നിന്റെ ഒരു കാര്യം. ലച്ചുവിന്റെ എന്ത് കാര്യം? അങ്ങനെയാണെങ്കിൽ കുഴിപ്പളത്തമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അമ്മയാണെങ്കിൽ ഉണ്ടല്ലോ 4 മണിക്ക് എണീറ്റ് കുളിച്ചിട്ടേ അടുക്കളയിൽ പോലും കയറത്തുള്ളൂ. അതിപ്പോ ഞാനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു. നീ അങ്ങനെ കുഴിപ്പളത്തമ്മയെ പൊക്കി പറയണ്ട. ഞാനും 4 മണിക്ക് എഴുന്നേറ്റിട്ടല്ലായിരുന്നു അടുക്കളയിൽ കയറുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ വെച്ചേ. രാത്രി ചെന്ന് കിടന്നാലുണ്ടല്ലോ കുറച്ചുറങ്ങും, പിന്നെ ഉറങ്ങത്തേ ഇല്ല. പ്രായമായി കഴിഞ്ഞാലേ ഇങ്ങനെ തന്നെ. ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ കോമഡിയാണ് അല്ല അമ്മായി? എന്ത് കോമഡി? അമ്മായി ഉണ്ടല്ലോ രാത്രി ഒരു 10-11 മണിയാകുമ്പോ കിടന്നുറങ്ങും, എന്നിട്ട് എണീക്കണതോ ഉച്ചയ്ക്ക്. അയ്യാ, അങ്ങ് നീ പറഞ്ഞാ മതിയാ? ഞാൻ 10 മണിക്ക് ഉറങ്ങും, നിനക്ക് എങ്ങനെ അറിയാം? നീ എന്റെ അടുത്താ കിടക്കണ. അമ്മ ഞാൻ ഉറങ്ങുമ്പോ ഒരു 1-1:30 ആവും അമ്മ, അതുകൊണ്ടാണ് എണീക്കാൻ ലേറ്റ് ஆவണം. எனக்கும் அப்படியே தான் அம்மா, தூக்கமே வரதில்ல. எப்பவும் யோசனையே தான், மோஸ்ட்லி அப்பாவை பத்தி தான். காலையில 8 மணின்னு ஒரு டைம் இருந்தா அவர் கூப்பிடுவாரு, அப்பதான் எனக்கு நிம்மதி. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. അമ്മായി ഉണർന്നിരിക്കുന്നതേ സ്വപ്നത്തിൽ മാത്രം. എന്തിനെ കുറെ നേരം എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്? ഞാൻ വല്ലതും വിളിച്ച് പറയാം. അമ്മ നിൽക്കണോണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാത്തത്. അയ്യോ, അമ്മ നിൽക്കുന്നോണ്ട് ഒന്നും പറയാത്ത ഒരാള്. എന്തോ പറഞ്ഞമ്മ? അമ്മ ചുമ്മാ ഓരോന്നും പറയല്ലേ രാവിലെ തന്നെ. എന്റെ മരുമോളാണ് മരുമോള്. ദേഷ്യം വന്ന അങ്ങേയറ്റത്തെ ദേഷ്യം, സന്തോഷം വന്നാലോ അങ്ങേയറ്റത്തെ സന്തോഷം. അമ്മായിയുടെ ദേഷ്യം കോമഡിയാണ്. അമ്മായി ദേഷ്യപ്പെടാണ്ടല്ലേ എന്തോ കുഴപ്പമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്തു കുഴപ്പം? ചുമ്മാ ഓരോന്നും പറയല്ലേ ലച്ചു. പിന്നെ ലച്ചുവിന് ദേഷ്യം വന്ന ഇവിടെ ഉത്സവം വന്ന പോലെയാണ്. മൈ എന്ത് മെയ്? நான் ஒரு சத்தியம் சொல்லட்டா, அம்மாக்கு கோவம் வந்தாலும், லெச்சுக்கு கோவம் வந்தாலும், கௌரிக்கு கோவம் வந்தாலும் எனக்கு ரொம்ப பயமா இருக்கும். അതിന് നീ എന്തിനാ പേടിക്കുന്നേ? எனக்கு பயம்தான் அம்மா. അല്ല കനക ആന്റി ദേഷ്യപ്പെടാറില്ലേ? ഞാൻ ഇന്നേ വരെ ആന്റി ദേഷ്യപ്പെടുന്ന കണ്ടിട്ടില്ല. ഒന്നില്ലെങ്കിൽ ചിരിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ കരച്ചിലായിരിക്കും. ഇവിടെ എന്താണ് വട്ടമേശ സമ്മേളനോ? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ വടി വിഴുങ്ങലൊന്നും നിപ്പുണ്ട്. ആരെങ്കിലും എന്നെ കണ്ട? നീ അടുക്കളയിൽ കയറി നിൽക്കുന്നതിന് നമ്മളെന്ത് വേണം? അതേ, എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നീ ആ മെർലിന്റെ അടുത്ത് പോയി ചുറ്റിക്കറങ്ങടാ പോടാ. ഇവനെന്തിനാ മെർലിന്റെ പുറകെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നേ? അല്ലെങ്കിൽ മെർലിൻ ഇവന്റെ ചുറ്റും കിടന്ന് കറങ്ങൂലേ അമ്മ? അതെന്തിനാന്നാ ചോദിച്ചത്? അമ്മ, ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് അല്ലേ, അവർ കിടന്ന് കറങ്ങട്ടെ. ഈ പിള്ളേര് എന്തൊക്കെയാ പറയുന്നേ? ചുമ്മാ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാതെ അവിടെ എന്തിനു ചെയ്തോണ്ടിരുന്ന പണിയിട്. கேசு, അല്ല, നീ എന്തിനു നമ്മുടെ അടുത്ത് പണിയെടുക്കാൻ പറയണ? അതന്നെ, നീ ആരാണോ നമ്മളോട് ഓർഡർ ഇടാൻ? ഞാൻ ഓർഡർ ഇട്ടാൽ എനിക്ക് വിശക്കണ്. ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത്. ആഹാ, വിശക്കണാ? പിന്നെ നമുക്ക് വിശക്കണില്ലേ? വിശന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തുറ പറഞ്ഞോണ്ടിരിക്കണേ. ഫുഡ് വല്ലതും ഉണ്ടാക്ക്. ആ ഫുഡ് ഉണ്ടാക്കാൻ തോന്നുമ്പോ നമ്മൾ ഉണ്ടാക്കും അല്ലേ അമ്മൂമ്മ? അത് തന്നെ. கேசு, எங்களுக்கு தெரியும் எப்ப பண்ணணும்னு. நீ பேசாம இரு, நீ அங்க போப்பா. ഞാൻ ഇവിടെ വന്നെയാണ് പ്രശ്നം. വിശക്കണമെന്ന് പറഞ്ഞിട്ട് വന്നത്. പട്ടിണി കിട്ട് കൊല്ലാൻ നോക്കാണല്ലോ ബാക്കിയുള്ളവനെ. നമ്മളെന്താ അമ്മൂമ്മ പറഞ്ഞോണ്ടിരുന്നേ? നമ്മൾ കുഴിപ്പളത്തല്ലേ. പിന്നെ കാര്യം പറയണ എന്താണ് നിനക്ക്? നമ്മളിവിടെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ? എന്നാ പിന്നെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരുന്ന പട്ടിണി കിടന്നു. എടാ നീ അപ്പുറത്തെ കാണാൻ പോടാ. എന്താ നിനക്ക് കുഴപ്പം? എന്താ വിശക്കണ്? വിശക്കുന്ന സമയമാകുമ്പോ നിന്നെ വിളിക്കാം. ഇപ്പൊ ആണെങ്കിൽ അധികം വേഗം എന്റെ സമയമാവും. சொல்லுங்க, சொல்லு நீ. എന്താണ് ഇത് കണ്ടോ? ആഹാ, കൊള്ളാല. ഇങ്ങോട്ട് നോട്ട്. മുടിയണ്ട? ഇതാരാണ്? ഇത് പാറമട ജോയിമോൻ. പാറമട ജോയിയാ? എന്തിനാണ് മോളെ യവനെയൊക്കെ വരയ്ക്കണത്? വരച്ചു കഴിഞ്ഞ് ഇനി കത്തിക്കണം. അത് കൊള്ളാം, അത് കൊള്ളാം. എന്താണ് രാവിലെ കുളിച്ചാണ്? ഓ, ഞാനിന്ന് പോകാൻ പോണു. പോണോ? പിന്നെ അല്ലാതെ. എത്ര ദിവസമായി വന്നിട്ട്? 5 വിളി ചോദിച്ചു വരുന്നില്ലേ എന്ന്. അതുമല്ല ആ കടയിലെ ചിറക്കം കിടന്ന് ഒരേ വിളി, നിങ്ങൾ പറഞ്ഞില്ലേ 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 എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇവിടെ എല്ലാരും പറയണത് ശരിയാണല്ലേ? എന്തോന്ന് എല്ലാരും പറഞ്ഞ ശരിയാണ്? അല്ല, ചേട്ടന്റെ ഭാര്യ ഭയങ്കര പേടിയാണ്. ഇതൊക്കെ ആരും പറയണത്? ചുമ്മാ ഓരോന്ന് തമാശക്ക് പറയണില്ല അതൊക്കെ. ചുമ്മാതൊന്നും അല്ല അമ്മായി, ഞാൻ പറഞ്ഞു കൊടുക്കട്ടാ. എന്തോന്ന് പറഞ്ഞു കൊടുക്കട്ടാ? കഴുത്തിന് കുത്തിപ്പിടിച്ചാ പിന്നെ കഴുത്തിന് കുത്തി പിടിച്ചു പറയട്ടാ. പറ. അമ്മായി, ഒരു ദിവസേ നമ്മള് ചിറ്റപ്പന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നേ. അപ്പൊ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മള് ജസ്റ്റ് കുഞ്ഞമ്മനെ ഒന്ന് കളിയാക്കി. അപ്പൊ ചിറ്റപ്പന് സപ്പോർട്ട് ചെയ്ത്. അത് കഴിഞ്ഞുണ്ടല്ലോ, കുഞ്ഞമ്മ കയ്യും കണ്ണൊക്കെ കാണിച്ച് ചിറ്റപ്പനെ നേരെ അടുക്കളയിൽ കൊണ്ടുപോയി.
ഞാൻ നൈസായിട്ട് പുറകെ പോയി. ഞാൻ നോക്കിയപ്പോ ചിറ്റപ്പൻ ഏറില്ലേ കഴുത്തിൽ കുത്തി പിടിച്ചേക്കുവാണ്. എന്നെ കളിയാക്കില്ല മനുഷ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനല്ല. അതെ അതെ, നമ്മളെല്ലാരും കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോഴേ എന്തോ ഒരു സാധനം വേണമായിരുന്നു. അപ്പൊ അവളെ എന്നെ അകത്ത് വിളിച്ചോണ്ട് പോയിട്ട് ഇവരാരും കേൾക്കാതെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെവിയില് ഈ കാര്യം പറഞ്ഞാണ്. ഇവളാരടക്ക് അങ്ങനെയെന്ന് വിചാരിച്ചു തെറ്റിദ്ധരിച്ച്. ഒരു തെറ്റിദ്ധാരണയല്ലോ, നമുക്കറിയാം കേട്ടാ. എന്തിനറിയാം? அண்ணா என்ன சொல்றீங்க? எனக்கு ஒண்ணுமே புரியல. நீங்க எல்லாம் ரொம்ப ஸ்பீடா பேசுறீங்க. கொஞ்சம் மெதுவா பேசினா எனக்கு எல்லாமே புரியும். ഞാൻ പറഞ്ഞേ ലച്ചേ, ആന്റി, ചിറ്റപ്പന്റെ വൈഫിലെ 5 കുഞ്ഞമ്മ, 5 കുഞ്ഞമ്മേനെ ചിറ്റപ്പന് ரொம்ப ഭയം. பயமா? ஆ. 5 குஞ்சம்மான்னா டெரரா? ഭയങ്കരமான ആള്, ടെറർ. അയ്യയ്യയ്യയ്യേ, ഈ പിള്ളേരെ കാര്യം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തമാശ പറയണത്. അത് അന്ന് എന്തോ ഇവളങ്ങനെ ബാക്കിൽ നോക്കിയപ്പോഴ് നമ്മൾ കൂടെ സംസാരിച്ചു കേട്ടു, അത്രേ ഉള്ളൂ. ഓരോരുത്തരേ ഉള്ളല്ലോ, ഞാനൊക്കെ നമ്മൾ കണ്ടതാ അത്. ആ എന്തിനാണ് ഇവിടെ സംസാരം ഉള്ളി സംസാരം? കഴിക്കാൻ വല്ല റെഡിയായ? பசிக்குதா? அவ்வளவுதானா? புட்டு ரெடி ஆயிட்டு இருக்கு, கடலைக்கறி வெந்துட்டே இருக்கு. കടലക്കറി വെന്തിട്ടൊന്നുമില്ല, അടുപ്പേ ഇരിക്കുന്നേ ഉള്ളൂ. எனக்கு ரொம்ப பசிக்குதா அம்மா. എന്ന് പറഞ്ഞാൽ അടുപ്പേ ഇരിക്കുന്ന സാധനം വേവണ്ടായോ? അത് വേഗം വേണ്ട, കുറച്ച് നേരത്തെ അങ്ങ് ചെയ്യണം. ഇവിടെ ആവശ്യമുള്ള സംസാരിച്ചോണ്ടിരിക്കുന്നതിന് എന്നാ പിന്നെ നീ എന്താ നോക്കിക്കുന്ന, എനക്ക് ചെയ്തുകൂടായോ? എടേ കുറച്ച് അടങ്ങടേ, സമയമായി വരണല്ലേ ഉള്ളൂ. എന്തൊരു സമയം പറഞ്ഞത്? നിങ്ങൾ എല്ലാരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നോണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമൊക്കെ. ടക്കന പരിപാടി കഴിഞ്ഞാൽ ടക്കന ഫുഡ് എടുക്കണ്ടേ? എന്നാ നീ പോയി ടക്കനെ അങ്ങ് ചെയ്യേ. എടാ സാധാരണ എല്ലാ ദിവസവും 8:30 ആകുമ്പോ ടക്കരെ ഭക്ഷണം മുമ്പിൽ എത്തണതല്ലേ. ഇന്നിപ്പോ 9 ആയി, ചിലപ്പോ 9:30 ആവും, 10 ആവും, 11 ആവും. കുറച്ചു നേരം പട്ടിണി കിടന്നെന്നും പറഞ്ഞ് ടക്കന് ചത്തൊന്നും പോകില്ലല്ലോ. ഞാൻ ചിലപ്പോ ടക്കന ചത്തുപോയെന്നിരിക്കും. എടാ മക്കളെ, പുട്ടായെന്ന് പറഞ്ഞു ടക്കനെ 2 പപ്പടം എടുത്ത് പൊരിച്ച് അങ്ങ് അടിക്കടാ. ഞാൻ ടക്കൻ 2 പപ്പടം എടുത്ത് പൊരിക്കാനാ? എന്താടാ പൊരിക്കാൻ പറ്റൂലേ? അവിടെ പപ്പടം ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. പൊരിക്കുമ്പോ ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് നീ പൊരിക്കും. അങ്ങനെ ഇപ്പൊ ഞാൻ പപ്പടം പൊരിച്ചിട്ട് ഇവിടെ എല്ലാരും കഴിച്ചാവല്ല എന്നെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നീയൊക്കെ കഴിച്ചത് തന്നെ. ചേച്ചി കൊറേ നേരമല്ലേ? നിനക്കെന്താ? നീ പോയി റൂമിൽ ചെന്നിരിക്കേ. ആഹാരം റെഡി ആവുമ്പോ നിന്നെ വിളിക്കാം. ചെല്ലടാ. ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്ക് വിശന്നാലേ ഞാൻ ദേഷ്യം വരികട്ടോ. അവന്റെ അച്ഛനെ പോലെ തന്നെ. ഞാൻ ഇവിടെ എന്നാ ശരിയായിട്ട് ഞാൻ പോ. എനിക്ക് ഫുഡ് തരാൻ ആർക്കെല്ലാം എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? ഇല്ല ഇല്ല. മോനെ വേവട്ടെ, തരാ. എന്തിട്ട് തന്നോല്ലേ? ആ പാവം, അവൻ കഴിക്കാതെ പോയി. കഴിക്കാറാവുമ്പോ വന്നോളൂ. ഇപ്പൊ കാണുമ്പോ ഒരു പോലീസിനെ പോലെ ഉണ്ട്. ആണോ? അല്ലെങ്കിൽ ചിറ്റപ്പനെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയില്ല മക്കളെ. ചിലർക്ക് വിചാരിച്ച ചിറ്റപ്പൻ പോലീസ് എന്നാണ്. ഇനി വരുമ്പോഴേ കുഞ്ഞമ്മയും പിള്ളേരെയൊക്കെ കൊണ്ടുവരണേ. പിള്ളാരാ? യാത് പിള്ളാര്? കൺമണി ചേച്ചിയും കാത്തു ചേച്ചിയും. ആ അങ്ങനെ പറ, അല്ലാതെ പിള്ളാരെന്നാ? നീ കൊള്ളാല്ല. பாரு, நீ புட்டு மட்டும் தானே சாப்பிட்ட? പുട്ട് മാത്രമല്ലേ തന്നുള്ളൂ. அது கரெக்ட். இப்ப பால் எடுத்து வச்சிருக்கேன், வந்து குடி. എനിക്ക് വേണ്ട ആന്റി. മക്കളെ അങ്ങനെ പറയില്ല, പോയി പാൽ വിടുപ്പോ. ഞാൻ പിന്നെ കുടിക്കാം. அப்படி சொல்லாத, வந்து குடிப்பா. എനിക്ക് വേണ്ട. അതെന്ത് വേണ്ടാത്തത്? ഞാൻ ഇപ്പൊ വലിയ കൊച്ചായി. ആഹാ, എടി നീ ഇപ്പൊ വളരുന്ന പ്രായമാണ്. നീ ഇപ്പോഴാണ് പാല് കുടിക്കേണ്ടത്. പോയി കുടി. പാല് പാലെന്ന് പറഞ്ഞ് എന്നെ വെറുപ്പിക്കല്ലേ. ഓഹോ, ഇപ്പൊ പാല് കൊണ്ടുണ്ടാക്കുന്ന ഐസ്ക്രീം നിനക്ക് ഇഷ്ടമാണോ? ആർക്കാ ചിറ്റപ്പ ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത? അടി പൊളി, ഒരു ഐസ്ക്രീം കൊതിച്ച്. கேசு, நீ தானே பசிக்குது சொன்ன. புட்டு, கடலைக்கறி, பப்படம் எல்லாமே ரெடி. சாப்பிடுப்பா. എനിക്ക് വേണ്ട. என்னது வேண்டாமா? വേണ്ടാന്നാ? ആ കൊച്ചു സ്നേഹത്തോടെ ഒന്ന് വിളിക്കാല്ലടാ. അത് നിന്റെ പുറകെ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ കേടപ്പടാ. ഞാൻ കഴിച്ചു പോയില്ലേറ്റപ്പാ. ഇനി ഞാൻ അങ്ങനെ കഴിക്കും. എവിടെ നിന്ന് കഴിച്ചത് നീ? ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നീ എങ്ങനെയാ ഹോട്ടലിൽ പോയി കഴിച്ചത്? ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? നീ അങ്ങോട്ട് ഇറങ്ങിയതെല്ലാം റെഡിയായി. നീ ഇപ്പൊ ഹോട്ടലിൽ പോയി കഴിച്ചാലേ നാട്ടുകാരെന്ത് വിചാരിക്കൂടാ? മോശം വിചാരിക്കുമല്ലോ നമ്മളെ കുടുംബത്തിനെ കുറിച്ച്. ഇല്ല, വീട്ടിൽ ഫുഡ് റെഡി ആയില്ലെന്ന് വിചാരിക്കും. അതിനെ ചോദിച്ചത്, അത് മോശമല്ലേന്ന്. എന്തൊരു മോശം എന്ന് വെച്ചിട്ടപ്പ ഞാൻ പോയി ദോശ കഴിച്ച് വട കഴിച്ച് ഓംപ്ലേറ്റ് ഉണ്ടായിരുന്നു. വയറ് നിറച്ച് കഴിച്ചിട്ട് ഞാൻ വന്ന്. അത്ര തന്നെ. നീ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചോ? കഴിച്ച്. ചേട്ടന് സമയത്തിന് ഫുഡ് കിട്ടാത്തോണ്ട് ചേട്ടൻ ആ ദേഷ്യത്തിൽ ചെയ്തതാ. എന്താ കേശു, ഇത്ര ഷോ നല്ലതല്ലേ? ഒരുമാതിരി പഴയ ആൾക്കാരെ പോലെ. അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ അവിടെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ ജെമിനിയാണ്. ஜெமினி படம் தானே? അയ്യോ ചേച്ചി, തെറ്റിപ്പോയത്. ജെമിനി അല്ല, ജെന്മി. ഓക്കെ. അപ്പൂപ്പനാണെങ്കിൽ കൃത്യം 12:30 തന്നെ ചോറും കറിയും റെഡി ആയിരിക്കണം. ഒരു ദിവസം അപ്പൂപ്പൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ച്,
ചോറും കറിയും റെഡിയാണോ എന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞ് ഇല്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, മീൻ കറി തിളയ്ക്കാനുണ്ടെന്ന്. അപ്പൊ അങ്ങേര് വന്നിട്ട് മീൻ കറി തിളയ്ക്കാനുണ്ടോ എന്ന് ചിരിച്ചോണ്ട് ചോദിച്ചിട്ട് ഈ കറി എടുത്ത് പുറത്തറിഞ്ഞ്. ആ ഇത് നമ്മുടെ അച്ഛനും ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ? അല്ല, നമ്മളെ കുടുംബത്തിൽ ഇതുപോലെ കുറെ പേരുണ്ട്. അല്ല, ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? ഞാൻ അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പുറത്തെ ഫുഡ് കഴിച്ചല്ലേ ഉള്ളു. ആ അങ്ങനെ ചെയ്തു നോക്ക്. നിന്നെ കഴി ഞാൻ വെട്ടുമല്ലോ. എടാ നിനക്കൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് സമയത്ത് ആഹാരം തരുന്നതിന്റെ കുഴപ്പമാണ്. ഇതത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടാ. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്ക്. ഞാൻ ഇപ്പൊ ആരേലും എന്തെങ്കിലും പറയാൻ വന്നാ മിണ്ടാതെ പുറത്ത് പോയി ഫുഡ് വെച്ചിട്ട് ഞാൻ വന്നില്ലേ? നീ എന്തെങ്കിലും പറഞ്ഞു നോക്ക്, അപ്പ അറിയാം. ഇപ്പോഴേ അഹങ്കാരം ഇങ്ങനെ, കുറച്ചുകൂടെ കഴിഞ്ഞാലേ ഇവ പൊടിക്കുമല്ലോ. എന്റെ തലയിൽ എല്ലാരും കൂടെ കേറാൻ വരരുത്. എന്റെ കയ്യിൽ നിന്ന് പോവും, എനിക്ക് ദേഷ്യം വരും. അത്രയും ദേഷ്യം കൊള്ളില്ലല്ലോ. കൊച്ചാ നീ എണീറ്റ് പോട്. എന്താടാ അവള് പറഞ്ഞത് ശരിയല്ലേ? മോനെ നീ കുറച്ച് ദേഷ്യം കുറയ്ക്ക് കേട്ടാ. ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാവൂല. ഞാൻ എടാ നില്ല്. നീ എവിടെ പോണത്? രാവിലെ നിന്റെ ഇഷ്ടം അനുസരിച്ച് നീ അവിടെ വെളിയിൽ പോയി ആഹാരം കഴിച്ചു. അതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വീട് വിട്ടു പോവോ? നീ എന്താ നിന്റെ അച്ഛനെ പഠിക്കണടാ? ഇത് എപ്പോ നോക്കിയാലും ഈടായിട്ട് ഭയങ്കര പ്രശ്നമാണല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അച്ഛന്റെ പേരിനകത്ത് വലിച്ചേക്കണം. ഇനി ആരെങ്കിലും അച്ഛന്റെ പേരിനകത്ത് വലിച്ചേക്കും. വിളിച്ചു പറയാൻ എനിക്ക് അറിഞ്ഞോട്ടെ. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ കരണടിച്ച് പൊളിക്കും ഞാൻ. നോക്കിക്കോ. ചേച്ചി പറഞ്ഞതുപോലെ ചെയ്യും. ചേട്ടൻ 100-നപ്പുറം അടി ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടുത്തെ ചെണ്ടേ? അതെ, നീ ചെണ്ട തന്നെയാണ്. നിന്റെ കയ്യിരിപ്പിന്റെ അല്ലേ? അല്ലേ? എന്റെ കയ്യിലിരിപ്പുണ്ട്. ആ എന്റെ കയ്യിലിരിപ്പുണ്ട്. എന്റെ കയ്യിലിരിപ്പിന്റെ. ചേച്ചി വാങ്ങട്ടെ, കുറെ നേരമായ. നീ എന്താ നെളിയണത്? എന്തിനാ ബഡ്ജറ്റ് അവിടെ നേരിട്ടൊന്നും പോണ്ടേ? അവിടെ പണിയും 150. ഇങ്ങനാണെങ്കിൽ ചേട്ടന് ഡബിൾ സെഞ്ചറി കഴുകി. പറഞ്ഞ് ഞാൻ മര്യാദക്ക് സംസാരിക്കണം. എതുക്കിലടിച്ചോ അടിച്ചേ? ഇവിടെ നടന്നൊന്നും കണ്ടില്ലേ? എന്നാലും അടിക്ക കൂടാതെ ലച്ചു. ഇല്ല, ഞാൻ ഉമ്മ ഒക്കെ വന്നപ്പോ ഞാൻ അവനെ നല്ല ആവശ്യമുണ്ടോ? പാൽ കുടിക്കണം വാ. அம்மா எனக்கு ஒரு டவுட். இன்னைக்கு மீன் குழம்பு இல்லாம கேசு சாப்பிடுவானான்னு. പിന്നെ മീൻകറി ഇല്ലാതെ അവൻ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. എന്താണ്? അല്ല, കനകം പറയുമായിരുന്നേ കേശു മീൻകറി ഇല്ലാതെ കഴിക്കുമോന്നൊരു സംശയമൊന്ന്. എന്നാ പിന്നെ അവൻ കഴിക്കണ്ട. അവൻ രാവിലെ ചെയ്തതന്നെ എനിക്ക് മര്യാദക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നീ അവനെ അങ്ങനെ അടിക്കണ്ടായിരുന്നു. അമ്മൂമ്മ ചിറ്റപ്പന്റെ അടുത്ത് അവൻ പറഞ്ഞൊന്നും കേട്ടില്ലല്ലോ, ഇവിടുന്ന് പോകുന്നില്ല എന്ന്. പിന്നെ കാര്യമില്ലാതെ ഞാൻ അവനെ തല്ലൂലെന്ന് അവന് നല്ലോണം അറിയാം. ലച്ചു ഒരു അടി കൊടുത്ത പിന്നെ ഒന്നും മിണ്ടൂല, നോയിക്കൊണ്ടൊരു പോക്കങ്ങ് പോവും. മക്കളെ, എന്നാലും ഇനി അവനെ തല്ലല്ലേ. എൻ്റെ അമ്മൂമ്മേ, മരണം വരെ ഞങ്ങൾ എന്തായാലും അടിയായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ അവനെൻ്റെ കട്ട ചങ്കുവാണ്. പിന്നെ അടിയിടി വഴക്കൊക്കെ എല്ലാ ഫാമിലിയിലും കുടുംബത്തൊക്കെ ഉണ്ടാവണതല്ലേ അമ്മൂമ്മേ. അത് വെറുതെ വിടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ സൂക്ഷിച്ചോ, ഒരു ദിവസം അവൻ നോക്കി നിനക്ക് തരും. അവൻ കൈവച്ചാ നീ താങ്ങൂല ലച്ചു. എന്റെ നേരെ എങ്ങാനും അവന്റെ കൈ പൊങ്ങിയാ ഞാൻ അപ്പൊ തന്നെ ഒരു ചീറ്റല് കയറ്റും. അതോടെ അവൻ ഡിം. அம்மா இந்த பாவைக்காய் தோரன் சீக்கிரமா வச்சேன்னா சீக்கிரமா நம்மளுக்கு சாப்பிடலாமே. ഓ, എന്റെ ആന്റി ഇത്ര ധൃതി എന്തിനാ? ഇവിടെ ഭക്ഷണം ആക്ച്വലി ഇരിപ്പുണ്ടല്ലോ, ആവശ്യത്തിന് ഫുഡൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഓരോരുത്തർ കഴിക്കാത്തത് കൊണ്ട് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് അതൊക്കെ കഴിച്ചാൽ പോരെ. നമ്മൾ രാവിലെ ലേറ്റ് ആയിട്ടല്ലേ ഭക്ഷണം കഴിച്ചേ, അപ്പൊ ഉച്ചയ്ക്കും കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. அம்மா ஹாஃப் அன் ஹவரில் சுரேந்திர அண்ணாக்கு போனோம் தானே, அவர் சாப்பிட்டுட்டு போறேன்னு தானே சொல்லியிருக்காரு. அதனால சீக்கிரம் குக் பண்ணலாம். ആന്റി അതിന് ചിറ്റപ്പന്റെ ട്രെയിൻ 5 മണിക്കല്ലേ? അമ്മമ്മ ഇന്ന് മീനില്ലാത്തത് കൊണ്ടേ ഒരു സുഖമില്ലല്ലേ? ഇല്ല, എന്ത് மீன் இல்லைன்னா பரவாயில்ல, உனக்கு ரசம் இருக்கு, சாம்பார் இருக்கு, தோரன் இருக்கு, பப்படம் இருக்கு. உனக்கு வேணும்னா நான் வத்தல் கூட வறுத்து தரேன். ആ പാവയ്ക്ക കറി വെക്കാൻ പോണു. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. സമയം 2 ആവാൻ പോണു. എടാ സമയം 2 ആവും, 3 ആവും, 4 ആവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാ പിന്നെ അത്താഴം കഴിപ്പോ. ഇത് ഇനിയിപ്പൊ അത്താഴം കഴിക്കാന്ന്. ഞങ്ങൾ എന്തായാലും 2-3 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കും. നീ വേണമെങ്കിൽ അത്താഴം കഴിച്ചാൽ മതി. എടാ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോ കുറച്ച് ലേറ്റ് ആയി, അതുകൊണ്ട് ലഞ്ച് കഴിക്കുമ്പോൾ കുറച്ച് ഡിലേ വരും. അത് സ്വാഭാവികമല്ലേ? ഓ,
ഡിലേ വരും. ഇങ്ങനെ ഡിലേ വരും എന്ന് പറഞ്ഞാ ഇന്ന് ഫുഡ് കിട്ടിയ പോലെ തന്നെടേ. உனக்கு ரொம்ப பசிக்குதா கேசு? പിന്നെ വിശക്കാതെ കിടന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കോ? ഇപ്പൊ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും തരൂ കഴിക്കേ? മുട്ട ഉണ്ടോ? മുട്ടയൊന്നുമില്ല, വേണമെങ്കിൽ മേടിച്ചോണ്ട് പോവാ. ഇപ്പം മുട്ട മേടിക്കാനൊന്നും പോകുന്നില്ല, ഉള്ളത് കൂട്ടി കഴിച്ചാൽ മതി. കുറച്ച് ദിവസമായിട്ട് എടുത്ത് ഫുഡൊന്നും അങ്ങോട്ട് ശരിയാവണില്ലെന്ന്. മക്കളെ കേശു, നീ എന്താ ഇന്ന് തലകരിഞ്ഞിരിക്കണേ നിന്റെ അച്ഛനെ പോലെ? അയ്യോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. സോറി. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇനി അവസ്ഥ വരൂലായിരുന്നു. കറക്റ്റ് സമയത്തിന് ഫുഡ് കിട്ടിയേനെ. എടാ, നിനക്ക് വിശക്കണമെങ്കിൽ ഇവിടെ ഉള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് കഴിക്കടാ. നീ രാവിലത്തെ ചൊറുക്കും വെച്ചോണ്ട് നിൽക്കാതെ. പറയാതെ ഇരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ ഉണ്ടല്ലോ പറ. പറഞ്ഞാലേ ചിലപ്പോ ഒന്നും കൂടെ നിന്റെ കരണത്ത് പൊട്ടും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. പൊട്ടും. ഞാൻ അവിടെ നിന്ന് അടി. ഡേയ്, എന്തോന്നടാ ഇപ്പൊ നീ പോ. ഇവിടെ കിടന്ന് ചൊറിഞ്ഞാൽ നമ്മളെ പണി പോലും നടക്കൂല. പിന്നെ ഊണ് കഴിച്ചോടെ ഞാൻ ഇറങ്ങും കേട്ടാ. എനിക്ക് 5 മണിക്കാണ് ട്രെയിൻ. ഇവിടെ നിന്ന് എത്തുമ്പോൾ ഒരു സമയമാവും. എത്ര മണിക്ക് ട്രെയിൻ? 5 മണിക്ക്. ഇവിടുന്ന് ഊണ് വെച്ചിട്ട് 5 മണിക്ക് എത്ര ട്രെയിൻ തന്നെ പോയതുമല്ല തന്നെ. രാത്രി വല്ല 12 മണിക്ക് ട്രെയിനും ബുക്ക് ചെയ്ത് പോണെങ്കിൽ. കേശു, നീ അപ്പുറത്ത് പോയേ. നീ ഇന്ന് 4 മണിയായിട്ട് ഫുഡ് കഴിച്ചാൽ മതി കേട്ടോ. എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. ഞാൻ ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. പോണം. നീ എവിടെ പോണ്? ഡേ, അവന് പറഞ്ഞത് അത്ര പിടിച്ചിട്ടില്ല. கேசுக்கு இப்ப ரொம்ப கோவம்ல? അവന്റെ അച്ഛന്റെ ദേഷ്യം മൊത്തം കിട്ടിയിട്ടുണ്ട്. ചിറ്റപ്പൻ കൊറേ ദിവസം കൊണ്ട് അച്ഛൻ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടാ. എന്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങളെ അച്ഛനെ കുറ്റം പറഞ്ഞല്ല, അവന്റെ ദേഷ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നെ അങ്ങ് വെറുതെ വിട്ടേരെ. അവന്റെ ദേഷ്യമില്ല, അത് കുഴപ്പമില്ല, മൈൻഡ് ചെയ്യണ്ട, വന്നോളൂ. എന്തെങ്കിലും അറിയാനുണ്ടോ അമ്മ? ഇല്ലില്ല, ഇതിപ്പോ തീരും. ഞാൻ ചെയ്യണോ? വേണ്ട. சீக்கிரம் நான் பண்ணிக்கிறேன். അമ്മയ്ക്ക് നാരികണം വേണോ? കിട്ടിയാ കൊള്ളാം. പിഴിഞ്ഞുണ്ടാക്കിയതാ. നീ എവിടെ പോണ്? പറയടി. വോ ഇല്ലല്ല, കഴിച്ചില്ല. കഴിക്കാൻ പോണേ ഉള്ളൂ. ഇത് ഇന്ന് എന്താണെന്ന് അറിയാമോ, ലേറ്റായി. ശരി. ഓ ശരി. 5 മണിക്ക് 5 ഏതാണ്ട് ഒരു 11 മണിയാകുമ്പോൾ എത്തും. അല്ല മറ്റേ സുരേഷ് വരാമെന്ന് പറഞ്ഞു. ഓ ശരി. വയ്ക്കല്ല. അണ്ണ അവിടെ ഉണ്ടോ? എന്നെ കുറിച്ച് വല്ലതും ചോദിച്ചാ? പറയണ്ട, ഞാൻ പറഞ്ഞ കാര്യം പറയണ്ട. എന്നാ ശരി. ശരി, കഴിച്ചിട്ടിറങ്ങാം. ഓക്കെ ശരി. ചിറ്റപ്പ, ഒരു 10 മിനിറ്റ് ഫുഡ് ഇപ്പൊ തരാം കേട്ടോ. ആയിക്കോട്ടെ മോളെ. കുഞ്ഞമ്മേനെ വിളിച്ചേ? ഭയങ്കര വിളിയാണല്ലോ. അത് പിന്നെ ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. രാത്രി ഉറങ്ങൂല, ഞാൻ പോയിട്ടേ ഉറങ്ങുള്ളൂ. അതുപോലെ ഭക്ഷണം പോലും കഴിക്കൂല. എന്തൊക്കെ ടൈപ്പ് ആചാരങ്ങളാണല്ലേ. അതൊക്കെ ഇപ്പം ഓരോരുത്തർ ഇഷ്ടമല്ലേ മോളെ, നമ്മളാരും പറഞ്ഞു ചെയ്യിപ്പിക്കണല്ല. അവരെ ഇഷ്ടം അവരൊക്കെ ചെയ്യുന്നു. அண்ணா பசிக்குதா? പസിച്ച് ഞാനിപ്പോ തലകറങ്ങി വീഴും. ஐயோ, ஃபுட் ரெடி, இப்பவே தரேன். അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞേ. ഞാനും കടയിലൊക്കെ ചില ദിവസങ്ങളിൽ ഇരിക്കുമ്പോഴേ ഇതുപോലെ ലേറ്റ് ആവും. 2, 2:30, 3 മണിയൊക്കെ ആവും കടയിൽ ജോലി ഉണ്ടെങ്കിൽ. நானும் அப்படியே தான். சாப்பிடுறதுக்குள்ள மணி 3, 4 எல்லாம் ஆகும். எல்லாரும் சாப்பிட்டு முடிச்சதுக்கு அப்புறம் தான் நான் சாப்பிடுவேன். കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെ, ഇച്ചിരി ചോറ കഴിക്കുള്ളൂ. ചേച്ചി, ഞാൻ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ஊறுகாய் வந்து ஃப்ரிட்ஜில் இருக்கு. அதை வெளியில எடுத்து வச்சிருக்கலாமா இருந்தது. ഊർഗാന്ന് വെച്ചാ അച്ചാറാണോ? அச்சார், அதேதான். അത് ഞാൻ എടുത്ത് പുറത്ത് വെച്ചോളാം. എന്നോടാ അത്? നല്ല നാടൻ പൊതിച്ചോറ്. மீல்ஸா? என்னடா கேஷு, இங்க ஃபுட் இருக்குதானே? ഇവിടുത്തെ ഫുഡിനകത്ത് മുട്ട പൊരിച്ചുണ്ടോ? இல்ல. മീൻ വറുത്തതുണ്ടോ? இல்ல. എന്നാ ഇതിലുണ്ട്. മീൻ വറുത്തതുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, നല്ല കട്ടി ചമ്മന്തി ഉണ്ട്, അവിയലുണ്ട്, അച്ചാറുണ്ട്, അച്ചടി കിച്ചടി മച്ചടി എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇവിടെ ജംഗ്ഷനിൽ നിന്ന് മേടിച്ചത് സൂപ്പർ പൊതിച്ചോറ്. ഇവൻ എന്തോ ഈ കാണിക്കുന്നേ? രാവിലെ കാണിച്ചതിന്റെ ബാക്കി. ഇവിടെ മക്കളെ, എന്തോന്നത് നീ ആരുടെ ഈ വാശി കാണിക്കണത്? ഇതുപോലെ വാശി കാണിക്കണ ആരെന്ന് ഞാൻ പറഞ്ഞിട്ടല്ല. കേശോട്ടാ, ഇന്നത്തെ 2 മീൻ പൊരിച്ചുണ്ടെങ്കിലേ ഒരെണ്ണം എനിക്കറിഞ്ഞേ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ തരണം. അതാണല്ലോ അതിൻ്റെ ന്യായം. കൊച്ചു ചോദിച്ചാൽ നമ്മൾ കൊടുക്കണമല്ലോ. പക്ഷേ ഇന്ന്
നിനക്ക് ഇതിനകത്തുനിന്ന് ഒരു തരി അരിമണി പോലും ഞാൻ തരാൻ പോണില്ല കൊച്ചേ. കുറച്ച് ശാപം കിട്ടിയാലും വേണ്ടില്ല ഞാനങ്ങ് തയ്ച്ചു. ഡേ എന്നാ ഒരു മാസത്തേക്ക് നിനക്ക് ഇവിടെ നിന്ന് ഫുഡില്ല. ഒരു മാസം തന്നെയല്ലേ, കുഴപ്പമില്ല, അടുത്ത മാസം തരുമല്ലോ. என்னடா கேசு இப்படியெல்லாம் பண்ற? எங்களுக்கெல்லாம் ரொம்ப வருத்தமா இருக்குடா. കനാൻഡി, ചില ശിക്ഷകൾ കൊടുത്താലേ ചില കാര്യങ്ങളൊക്കെ റെഡിയാവും. നിന്നെ ഞാൻ ശരിയാക്കും. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിലേ നിന്നെ ഞാൻ അങ്ങ് പടവലത്ത് കൊണ്ടുപോകും. പടവലത്തോട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ, ഇവന് നെയ്യാറ്റിൻകര പാക്ക് ചെയ്താൽ മതി. ഞാൻ പടവലത്തും നെയ്യാറ്റിൻകരയിലും പൊക്കോളാം, രണ്ടുപേരും പേടിക്കണ്ട. ഓക്കെ കനാൻഡി, എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? ചൂടുവെള്ളം വേണം കേട്ടോ. ഈ നല്ല സൂപ്പർ എരിവെള്ള കുരുമുളക് ഇട്ട് വെച്ച ഫിഷ് ഫ്രൈ ആണ്. അതിൻ്റെ കൂടെ ചൂടുവെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോൾ ആ കുരുമുളക് ഇങ്ങനെ എരിഞ്ഞങ്ങോട്ട് ഇറങ്ങും. ചൂടുവെള്ളം ഇവിടെ ഇല്ല. ചൂടുവെള്ളം ചൂടാക്കൂ കനാൻഡി, ചെല്ലി കനാൻഡി. இப்ப பண்ணி கொடுக்கறேன்டா. എവിടെ പോണ്? சூடுவெள்ளம் பண்ணுறதுக்கு அவனுக்கு ஃபிஷ் சாப்பிட வச்ச அந்த குருமிளகெல்லாம் இப்படி இறங்கணும் தானே, அதனால. എന്റെ ആന്റി ഒരാളാണ് ഇവനെ ചീത്തയാക്കരുത്. ഡേ, നീ ആരാണ് ഓർഡർ ചെയ്യാൻ? ഞങ്ങളെന്താ നിന്റെ അടിമേ? വേണമെങ്കിൽ പോയി ചൂടാക്കി കുടിക്കടാ. എനിക്കറിയാം നിങ്ങൾ ആരും ചൂടുവെള്ളം കൊണ്ടും തരാൻ പോണില്ലെന്ന്, അതുകൊണ്ട് ഞാൻ തന്നെ പോയി ഉണ്ടാക്കി കുടിച്ചോളാം. എന്തോന്ന് ഷോ അവന്? ഷോയല്ലേ, ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. പറവന്നേ ഈ സൈഡിൽ നിന്ന് മൊത്തം കഴിച്ചു തുടങ്ങിക്കോ. മിണ്ടായിരിക്കപ്പാ, லெச்சு பண்ணாத லெச்சு. മിണ്ടാരി ആന്റി. അവന്റെ ഒടുക്കത്തെ ഷോ ഇന്നത്തോടെ ഞാൻ നിർത്തി കൊടുത്താണ്. നീ കറിയൊക്കെ പിടിച്ചു, കറി പൊടിച്ചാ. பாவம் லெச்சு. ആ ഒന്നുമല്ല, കുറച്ച് അഹങ്കാരം കൂടുതൽ തന്നെ. അങ്ങോട്ട് കൊടുക്കും. മോരാണെന്ന് തോന്നുന്നു. രസം വേണോ? സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കരി തുമ്പപ്പൂ ചോറ് ആശിച്ച കറികളിൽ. മീൻ വറുത്തത്, മുട്ട, കഷ്ടപ്പെട്ട് അവിടെ മറ്റേ തങ്കമണി ചേച്ചിയുടെ കട. തങ്കമണി ചേച്ചി, നീ നേരത്തെ വേറെ കടയുടെ പേരാണല്ലോ പറഞ്ഞു. വീട്ടിലെ ഊണെന്നാ നേരത്തെ പറഞ്ഞേ. എന്തായാലും താങ്ക്സ് മാൻ, നല്ല വിശപ്പുണ്ടായിരുന്നു. ചേച്ചി ജീവിക്കാൻ സമ്മതിക്കൂലേ? ഇച്ചിരി ചോറ് വിശന്ന് കൊട്ടനടിച്ചിരുന്നപ്പോ അവിടെ വരെ പോയി ഇച്ചിരി ചോറ് മേടിച്ചോന്ന് സ്വസ്ഥമായിട്ടൊന്നും തിന്നാൻ സമ്മതിക്കൂലല്ലേ? കേശു, പാവയ്ക്കറിയും ചോറും. പാവയ്ക്ക കറിയും ചാറ് എപ്പ റെഡിയാവും? നീ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ പോലെ രാത്രി 12 മണി. 12 മണിക്ക് 12 മണി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. കാശ് തീർന്നു. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.